കേരളത്തിൽ ഇതുപോലെ സുലഭമായിട്ട് മയക്കുമരുന്ന് ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം സകല രാഷ്ട്രീയക്കാർക്കും അറിയാം, സകല പോലീസുകാർക്കും അറിയാം, നമ്മുടെ സർക്കാരിനും അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കം കണ്ടെത്താത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭരണപരാജയം, പ്രത്യേകിച്ച് ആഭ്യന്തരം, കൂടാതെ ശക്തമായിട്ടുള്ള നിയമവ്യവസ്ഥിതി ഇവിടെ ഇല്ലാത്തതുമാണ് ഇതിനെല്ലാം പ്രധാന കാരണം. പലപ്പോഴും ഇതിൻ്റെ കണ്ണികൾ കണ്ടെത്താറുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഈ കണ്ണികൾ തപ്പി ചെന്ന് കഴിയുമ്പോൾ അവസാനം ഏതെങ്കിലും ഒരു വമ്പൻ്റെ മുമ്പിൽ ചെല്ലും, അല്ലെങ്കിൽ വമ്പൻ്റെ പേര് പൊങ്ങി വരും. അതോടെ പോലീസ് ടേൺ അടിക്കും. ആരെങ്കിലും ഏതെങ്കിലും ഒരു വയലൻസ് മൂവി കണ്ടിട്ട് അതുപോലെ എന്ന കൊലപാതകം ചെയ്തേക്കാം എന്നോർത്തുകൊണ്ട് ഇവൻ പുറത്തോട്ട് ഇറങ്ങുമോ? ഇല്ല, അവനത് ചിന്തിക്കത്ത് പോലുമില്ല. കാരണം അത് ചിന്തിക്കുമ്പോൾ തന്നെ അവൻ്റെ പിടുക്ക് വിറയ്ക്കും. ഈ സർക്കാരിന് മുമ്പും നിരവധി സർക്കാരുകൾ നമ്മളുടെ കേരളം ഭരിച്ചിട്ടുണ്ടല്ലോ. അന്നൊന്നും ഇതുപോലെ മയക്കുമരുന്നുകളൊന്നും ലഭ്യമായിരുന്നില്ലല്ലോ. ഇതുപോലെ സുലഭമായി ലഭിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാ? കേരളത്തിൽ പണ്ടെങ്ങുമില്ലാത്ത തരത്തിൽ നിരവധി കൊലപാതക പരമ്പരകളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം സഹോദരനെ അടക്കം 5 പേരെയാണ് കൊലപ്പെടുത്തിയത്. ഈ വാർത്തയാണ് നമ്മൾ അവസാനമായി കേട്ടത്. ഇതിനൊക്കെയുള്ള പ്രധാന കാരണം എന്താണ്? സിനിമകളിലെ വയലൻസ്, മയക്കുമരുന്നുകളുടെ ലഭ്യത, ഭരണപരാജയം, ശക്തമല്ലാത്ത നിയമവ്യവസ്ഥിതി. ഇതിലേതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വീണ്ടും ഇത്തരത്തിലുള്ള കൊലപാതക പരമ്പരകൾ അരങ്ങേറുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭരണപരാജയം, പ്രത്യേകിച്ച് ആഭ്യന്തരം, കൂടാതെ ശക്തമായിട്ടുള്ള നിയമവ്യവസ്ഥിതി ഇവിടെ ഇല്ലാത്തതുമാണ് ഇതിനെല്ലാം പ്രധാന കാരണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ശക്തമായിട്ടുള്ള നിയമവ്യവസ്ഥിതി ഇവിടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു വയലൻസ് മൂവി കണ്ടിട്ട് അതുപോലെ എന്ന കൊലപാതകം ചെയ്തേക്കാം എന്നോർത്തുകൊണ്ട് ഇവൻ പുറത്തോട്ട് ഇറങ്ങുമോ? ഇല്ല, അവനത് ചിന്തിക്കത്ത് പോലുമില്ല. കാരണം അത് ചിന്തിക്കുമ്പോൾ തന്നെ അവൻ്റെ പിടുക്ക് വിറയ്ക്കും. കാരണം അവൻ്റെ തല പോകുന്ന അവന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരുത്തനും ഒരു പരിപാടിക്ക് ഇറങ്ങത്തില്ല. വയലൻസ് സിനിമകൾ കണ്ടാൽ അവൻ വീട്ടിൽ അടങ്ങിക്കുത്തിയിരിക്കും, വേറെ ഒരു പരിപാടിക്കും അവൻ പോകത്തില്ല. ഇതെന്താ ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? എന്തെങ്കിലും കൊലപാതകമോ മോഷണമോ പീഡനമോ എന്ത് നടന്നാലും ജയിലിൽ പോയി കിടക്കും. അവന് നല്ല സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം. അതിനുശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ, ഒരു 5-6 വർഷം കഴിയുമ്പം അവൻ പുറത്തോട്ടിറങ്ങും. അവൻ വീണ്ടും ഈ പരിപാടി തന്നെ നടത്തും. കാരണം സംഭവം ഇത്രയ്ക്ക് ഉള്ളെന്ന് അവർക്കറിയാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പരാജയം. പിന്നെ നമ്മുടെ ഈ കേരളത്തിൽ ഇതുപോലെ കൊലപാതക പരമ്പരകൾ വീണ്ടും കൂടി വരാനായിട്ടുള്ള പ്രധാന കാരണമാണ് ആഭ്യന്തരം നല്ല ഒന്നാന്തരമാക്കി വെച്ചിട്ടുണ്ടല്ലോ. സന്തോഷം. ഈ സർക്കാരിന് മുമ്പും നിരവധി സർക്കാരുകൾ നമ്മളുടെ കേരളം ഭരിച്ചിട്ടുണ്ടല്ലോ. അന്നൊന്നും ഇതുപോലെ മയക്കുമരുന്നുകളൊന്നും ലഭ്യമായിരുന്നില്ലല്ലോ. ഇതുപോലെ സുലഭമായി ലഭിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാ? കേരളത്തിൽ ഇതുപോലെ സുലഭമായിട്ട് മയക്കുമരുന്ന് ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം സകല രാഷ്ട്രീയക്കാർക്കും അറിയാം, സകല പോലീസുകാർക്കും അറിയാം, നമ്മുടെ സർക്കാരിനും അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കം കണ്ടെത്താത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഇതിൻ്റെ കണ്ണികൾ കണ്ടെത്താറുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഈ കണ്ണികൾ തപ്പി ചെന്ന് കഴിയുമ്പോൾ അവസാനം ഏതെങ്കിലും ഒരു വമ്പൻ്റെ മുമ്പിൽ ചെല്ലും, അല്ലെങ്കിൽ വമ്പൻ്റെ പേര് പൊങ്ങി വരും. അതോടെ പോലീസ് ടേൺ അടിക്കും. അല്ലാതെ കണ്ട് നമ്മുടെ പോലീസിന് എഫിഷ്യൻസി ഇല്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അങ്ങ് നോർത്തിൽ പോയി പ്രതിയെ പൊക്കിയ ചരിത്രമുണ്ട് നമ്മുടെ പോലീസിന്, ഇല്ലേ? അപ്പോൾ അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള പോലീസാണ് നമുക്കുള്ളത്. പക്ഷേ ഇവരെ കൊണ്ട് ഇതിൻ്റെ തുടക്കം കണ്ടെത്താനായിട്ട് സമ്മതിക്കില്ല. ആര്? ഇവിടെയുള്ള രാഷ്ട്രീയക്കാരും സർക്കാരും. നമ്മുടെ സർക്കാർ ഇപ്പോൾ പോലീസിനെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാവോ? പോലീസിൻ്റെ പ്രധാന ജോലി എന്താ? ക്രമസമാധാന പാലനം. ഇതിനാണോ ഇപ്പോൾ ഇവരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? അല്ല. ഇവരെ വഴി സൈഡിൽ വാഹന പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, മദ്യപിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നോക്കി പിഴ ഇടിയിക്കുക എന്നുള്ള ഒരു പ്രധാന ജോലിയാണ് ഇപ്പോൾ പോലീസിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇതുപോലെ വാഹന പരിശോധനയൊന്നും വേണ്ട എന്നുള്ളതല്ല. അതിനുവേണ്ടി MVD ഇല്ലേ ഇവിടെ, വാഹന പരിശോധനയും കാര്യങ്ങളുമൊക്കെ അവർ ചെയ്തോളുമല്ലേ. പോലീസിൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ക്രമസമാധാന പാലനമാണ്. അത് ചെയ്യാൻ അവരെ അനുവദിക്കുക. അല്ലാതെ മാസം ഇത്ര ടാർജറ്റും അടിച്ചു കൊടുത്തിട്ട് അവരെ വഴി നീളം നിർത്തുകയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ കള്ളനും കൊലപാതകയെല്ലാം അപ്പുറത്തെ സൈഡിൽ കൂടെ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. പോലീസുകാർക്ക് ഇതുപോലുള്ള ടാർജറ്റും കാര്യങ്ങളും ഒന്നും കൊടുക്കാതെ, യാതൊരു രാഷ്ട്രീയ ഇടപെടലും കൂടാതെ അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു അധികാരം കയ്യിലോട്ട് കൊടുക്കാവോ? നല്ല എഫിഷ്യൻസ് ഉള്ള പോലീസുകാർ ഇവിടെയുണ്ട്. അവരൊറ്റ മാസം കൊണ്ട് ഈ പറഞ്ഞ മയക്കുമരുന്നിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് കേരളം ക്ലീനാക്കി കയ്യിലോട്ട് തരും. സമ്മതിക്കുമോ? ഇല്ല. ഇവിടെയുള്ള ഒരൊറ്റ രാഷ്ട്രീയക്കാരും സമ്മതിക്കത്തില്ല. കാരണം അവരുടെ അടിവേരിളകുന്ന പരിപാടി അത്. അതുകൊണ്ടാണ് ഇവരെല്ലാം ഈ പോലീസുകാരെ നോക്കുകുത്തികളായിട്ട് ഈ വഴി സൈഡ് മൊത്തം നിർത്തിയിരിക്കുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ പോലീസുകാർക്ക് പ്രധാനമായിട്ടും കൊടുക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രതിയെ പിടിക്കാനും വേണ്ട രീതിയിലുള്ള ആയുധങ്ങളും ആയുധ പരിശീലനങ്ങളും നൽകുക എന്നുള്ളത്. ഇവിടെ നമ്മുടെ പോലീസുകാരിൽ എന്താ ഉള്ളത്? 2 അടി നീളമുള്ള ലാത്തിയോ? ഈ ആക്രമിക്കാൻ വരുന്നവൻ്റെ കയ്യിൽ അതിനേക്കാളും വലിയ ആയുധം ഉള്ളത്. ഈ 2 അടി നീളമുള്ള ലാത്തി വെച്ച് വേണം പോലീസുകാർ ഈ പ്രതിയെ കീഴ്പ്പെടുത്താനായിട്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. വിദേശ രാജ്യത്തുള്ളത് പോലെ വലിയ വലിയ എക്യുപ്മെൻറ്റ്സ് വേണമെന്നൊന്നും വേണ്ട. ഒരു പെപ്പർ സ്പ്രേ എങ്കിലും അവരയിലുണ്ടോ? ഇല്ല, വേണ്ട. ഈ കറണ്ട് ഷോക്ക് അടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സൈസ് സ്റ്റിക്കുണ്ട്, അതുണ്ടോ? അതുമില്ല, ഒന്നുമില്ല. ഈ പാവങ്ങൾ ഈ ഒരു ലാത്തി വെച്ച് വേണം സ്വന്തം ജീവൻ പണയം പെടുത്തി ഇവരെ പിടിക്കാനായിട്ട്. അതുപോലെ തന്നെ പോലീസുകാർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുക. ഫിസിക്കലി ഫിറ്റായിട്ടുള്ള എത്ര പോലീസുണ്ട് നമ്മുടെ സേനയിൽ? ഒന്ന് ആലോചിച്ച് നോക്കി. മാർഷൽ ആർട്സ് പഠിച്ച എത്രയോ ആളുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അവരിൽ ഒരാളോട് പോലും മുട്ടി നിൽക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും പരിശീലനമുള്ള പോലീസുകാർ എത്ര പേരുണ്ട്? അതെങ്ങനെ? പോലീസുകാർക്ക് നല്ല ട്രെയിനിങ്ങും ആയുധ പരിശീലനം കൊടുക്കാനായിട്ടൊക്കെ എവിടെയാണ് നേരം? നല്ല ആഭ്യന്തരമന്ത്രിയാണല്ലോ ഇവിടെയുള്ളത്, നല്ല ആഭ്യന്തരമാണല്ലോ ഇവിടെ ഉള്ളത്. പോലീസുകാരെ പിടിച്ച് വഴി സൈഡിൽ നിർത്തുക, അല്ലാതെ കണ്ട് ബാക്കിയുള്ള കാര്യത്തിനൊക്കെ എവിടെയാണ് നേരം അല്ലേ? ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം പലർക്കും ദഹിക്കത്തില്ല. കാരണം ഞാൻ പറയാൻ പോകുന്ന സംവരണത്തെക്കുറിച്ചാണ്. സംവരണത്തെ തൊട്ടാൽ തന്നെ പൊള്ളും, പക്ഷേ ഞാനത് പറയും. ഈ പോലീസ് സേനയിലോട്ട് ആൾക്കാരെ എടുക്കുമ്പോഴത്തേക്കും ഫിസിക്കൽ ഫിറ്റ് എന്തായാലും നോക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ അതേസമയം ഈ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവർ ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ പോലും പലരും സേനയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സംവരണ വിഭാഗം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ മേലാളനായാലും കീഴാളനായാലും ആരാന്ന് പറഞ്ഞാലും ഇതുപോലെ ഫിസിക്കലി ഫിറ്റ്നസ് വേണ്ട ജോലികളിൽ സംവരണം എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇനി അഥവാ അവർക്ക് സംവരണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരത് ഫിസിക്കലി ഫിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും ജോലി കൊടുത്താൽ പോരെ? ഇങ്ങനെയുള്ള ജോലികളിലെങ്കിലും ഈ സംവരണം നോക്കി കൊടുക്കാതിരിക്കുക. നമ്മുടെ മിലിറ്ററിയിലൊക്കെ എങ്ങനെയാണ് ആളുകളെ എടുക്കുന്നത്? അവിടെ ഈ പറഞ്ഞ പോലെ സംവരണ വിഭാഗം നോക്കിയിട്ട് അവർ ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ പോലും അവരെ സേനയിലോട്ട് എടുക്കുമോ? നമ്മുടെ സർക്കാരും പോലീസും ശക്തമായിട്ട് മുന്നോട്ട് ഇറങ്ങുവാണെങ്കിൽ ഉണ്ടല്ലോ, ഒരൊറ്റ മാസം കൊണ്ട് ഈ മയക്കുമരുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഈസി ആയിട്ട് തുടച്ചു നീക്കാൻ പറ്റും. ഇനിയും വയലൻസ് മൂവിയാണ് ഇതിൻ്റെ പ്രശ്നം എന്നൊക്കെ ചിന്തിക്കുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഓൾറെഡി 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സാറന്മാർക്ക് പറ്റുവാണെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് അഭിപ്രായം അവിടെ പറയുക. നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട്, ഞാൻ പറയുന്നതിനകത്ത് മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്കത് തിരുത്താം. അല്ലാതെ വന്ന് കണ്ടിട്ട് പലരുടെ കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പോടാ പട്ടി പൂച്ചയെ എന്നൊക്കെ പറഞ്ഞ് അതിനേക്കാളും വലിയ തെറികളൊക്കെയാണ് വന്ന് വിളിക്കുന്നത്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് എന്നാ മനസ്സിലാക്കുന്നത്? നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് തുറന്ന് പറയുക. അത് നമ്മൾ നോക്കിയിട്ട് കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം മാറ്റണമെങ്കിൽ അത് എന്താണെന്ന് അറിഞ്ഞാലല്ലേ പറ്റുള്ളൂ. അല്ലാതെ കണ്ടിട്ട് പോറ്റാ പറ്റി ചെണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് മനസ്സിലാക്കാനാണ്? പിന്നെ ഈ വയലൻസ് മൂവിയുടെ കാര്യം പറഞ്ഞവരോട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞേക്കാം. പിന്നെ സാറന്മാരെ, ഈ മയക്കുമരുന്നൊക്കെ അടിച്ച് കയറ്റി നിൽക്കുന്ന ആളുകൾക്കുണ്ടല്ലോ, ഇവർക്കൊന്നും തിയേറ്ററിൽ പോകാനോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഒരു സിനിമ കണ്ടുപിടിച്ചിട്ട് അത് കാണാനായിട്ടോ ഒന്നും ഇവർക്ക് നേരെയില്ല. സർവ്വനേരം ഇങ്ങനെ ട്രിപ്പിംഗ് ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഈ സിനിമയൊക്കെ തിരഞ്ഞു പിടിച്ച് കാണുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എവിടെ നിന്ന്? അവരൊക്കെ വേറെ ലോകത്താടേ.